ശ്രവണവൈകല്യം ഏറ്റവും പ്രധാനം നേരത്തെ കണ്ടുപിടിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെ നാൾക്ക് ശേഷം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ സംസാരശേഷിയെ ബാധിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. പൂർണ്ണമായ ശ്രവണവൈകല്യം വന്നിട്ടുള്ള കുട്ടികളിലാണ്, അതായത് 100% പ്രൊഫൗണ്ട് ഡെഫ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ ടു പ്രൊഫൗണ്ട് ഡെഫ് ആയിട്ടുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും സംസാരം ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക്. അതേസമയം ഒരു മോഡറേറ്റ് ഡെഫ്നെസ്സോ വരെയുള്ള കുട്ടികളിലൊക്കെ കുറേയൊക്കെ പാർട്ട്ലി സംസാരം ഡെവലപ്പ് ചെയ്യും. സ്പീച്ചിനുള്ള ചില വാക്കുകൾ കേൾക്കുകയും ചില വാക്കുകൾ പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോവുകയും അങ്ങനെ ആ രീതിയിൽ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമുക്കൊന്ന് ഏർലി ഡിറ്റക്ഷൻ നടത്തുകയും അത് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ നമുക്ക് ചെയ്യേണ്ടതുമാണ്. ഞരമ്പിനെ സംബന്ധിച്ചോളം ഞരമ്പിൻ്റെ കേൾവി കുറവ് വരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിനകത്ത് ചികിത്സകൾ വളരെ പരിമിതം. ഇപ്പോൾ മരുന്ന് കൊണ്ടൊന്നും അത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ഇപ്പം ഞരമ്പ് കേൾവി കുറവ് തളർന്നു പോയി കഴിഞ്ഞാൽ പ്രൊഫൗണ്ട് ഡെഫ്നെസ്, ബൈലാറ്ററൽ രണ്ട് ചെവിയും പ്രൊഫൗണ്ടായിട്ട് ഡെഫായിട്ടുള്ള കുട്ടികൾ എന്തായാലും കുട്ടികൾ സംസാരിക്കില്ല എന്നുള്ളത് വളരെ സുനിശ്ചിതമാണ്. അങ്ങനെയുള്ള കുട്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇംപ്ലാന്റ്, കോക്ലിയർ ഇംപ്ലാന്റ് തന്നെ വേണ്ടി വരും. അത് തന്നെയാണ് അതിന് ആശ്രയം. അപ്പോൾ അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ആ കുട്ടികളിൽ ഹിയറിംഗ് എയ്ഡ് നമ്മൾ കൊടുക്കുകയും ശബ്ദം എന്താണെന്നുള്ളത് അത് കേൾപ്പിച്ച് ആ ശബ്ദം അതിനെ ചെവിക്ക് ആ ശബ്ദം കാട്ടിക്കൊടുത്ത് ശബ്ദത്തിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയും അതിനുശേഷം മാത്രമേ അതിനൊരു തെറാപ്പി സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അതിന് ശരിക്കും ഇംപ്ലാന്റിലേക്ക് ഇറങ്ങാനും.